ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത്. ബിഗ് ബോസ് മലയാളം സീസൺ 7 ബി ഹോട്ടൽ ടാസ്ക് ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. ഹോട്ടൽ ടാസ്ക് വളരെയധികം രസകരമായതും എന്നാൽ നമുക്ക് അത്രയധികം എൻ്റർടൈൻ ചെയ്യിപ്പിക്കുന്നതുമായ ഒരു ടാസ്ക് ആണ് എന്നുള്ളത് മുൻകാല പല സീസണുകളിലും നമ്മൾ കണ്ടിട്ടുള്ളതാണല്ലേ. അപ്പോൾ ഈ ഒരു ടാസ്ക് നോക്കുന്ന സമയത്ത് ആദില മുതലാളിയുടെ മകളാണ്. ഈ മുതലാളിയുടെ മകളായ ആദിലയുടെ പ്രത്യേക സ്വഭാവം എന്തെന്ന് വെച്ചാൽ ആളൊരു ധൂർത്തടിക്കാരിയാണ്. എന്ത് കിട്ടിയാലും അതെല്ലാം ധൂർത്തടിച്ചുകൊണ്ട് നടക്കുന്ന ഒരു മകളാണ്, ഓണറുടെ മകള്. ആദിലയ്ക്ക് ചില പ്രത്യേക പവറുകളൊക്കെ ഉണ്ട്. 1 മണിക്കൂറിലുള്ള ആദിലയ്ക്ക് ആ ഒരു പ്രത്യേക പവറുകൾ കിട്ടും എന്ന് പറയുന്നുണ്ട്. അതെന്തോ അമൂല്യമായ പവറാണ് എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം ആര്യൻ ആദിലയുടെ ഫ്രണ്ടാണ്, വയലിനിസ്റ്റാണ്. മുതലാളിയുടെ മകളായ ആതിരയുടെ ഈ ഒരു സ്വത്തിലാണ് ആര്യൻ്റെ കണ്ണ്. ശേഷം ലക്ഷ്മി ജനറൽ മാനേജറാണ് ബി ഹോട്ടൽ ടാസ്കിലെ ലക്ഷ്മി എന്ന് പറയുന്നത് വളരെയധികം കർക്കശക്കാരിയായ, എന്തിനും ഏതിനും ദേഷ്യപ്പെടുന്ന ഒരു ജനറൽ മാനേജറാണ്. എങ്കിൽ കൂടി മുതലാളിയോട് അത്രത്തോളം ട്രസ്റ്റബിളായി നിൽക്കുന്ന ഒരു GM കൂടിയാണ്. അനിമോള് മാനേജറാണ്. അനിമോളോടാണ് ബാക്കി എല്ലാവരും അന്നത്തെ എല്ലാ കാര്യങ്ങളും പറയേണ്ടത്. അക്ബറും റെന ഫാത്തിമയും ഇവർ അസിസ്റ്റൻറ്റ് മാനേജറാണ്. അടുത്തത് നെവിൻ ചീഫ് മെഡിക്കൽ ഓഫീസറാണ്, ഡോക്ടർ. ബിന്നി ഷെഫാണ്, സാൻഡ്വിച്ച് സ്പെഷ്യലിസ്റ്റൊക്കെയാണ്. അതിനുശേഷം ഒനിയൽ സാബുവും ജിഷനും ഇവർ അസിസ്റ്റൻറ്റ് കുക്കുകളാണ്. ജിസേൽ നോക്കുന്ന സമയത്ത് ജിസേൽ ഒരു കുക്കാണ്. പണ്ടത്തെ AK-47 തോക്കൊക്കെ ഉണ്ടല്ലോ, നമ്മൾ കേൾക്കുമ്പോൾ തന്നെ ഞെട്ടുന്ന AK-47 തോക്ക്. ആ AK-47 എന്നുള്ളതാണ് ഈ ജിസേലിൻ്റെ നിക് നെയിം, ഓമന പേര് എന്ന് പറയുന്നത്, വിളിപ്പേര്. ഷാനവാസും അനീഷും ഹൗസ് കീപ്പിംഗ് സ്റ്റാഫുകളാണ്. ഇവർക്ക് മറ്റുള്ളവരുടെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് ടിപ്പ് വാങ്ങിക്കാനുള്ള പ്രത്യേക പവറൊക്കെ ഉണ്ട്. സാബുമാൻ എന്ന് പറയുന്നത് ഒരു മാജിക്കൽ പ്രതിമയാണ്. ഈ ഒരു മാജിക്കൽ പ്രതിമയുടെ മുൻപിൽ നമ്മൾ ഏതെങ്കിലും കോയിൻ ഇട്ടിട്ട് പ്രാർത്ഥിച്ചാൽ അത് സാധിക്കുന്നതാണെങ്കിൽ ഈ സാബുമാൻ്റെ കയ്യിലുള്ള വലത് കൈയിലെ സ്റ്റിക്ക് ഇടത് കൈയിലേക്ക് മാറ്റും. അങ്ങനെ ഇടത് കൈയിലേക്ക് മാറ്റി പഠിക്കുകയാണെങ്കിൽ ആ ഒരു കാര്യം സാധിക്കുന്നു, അല്ലെങ്കിൽ അത് സാധ്യമാകും എന്നതിൻ്റെ സൂചനയായിട്ട് സാബുമാൻ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. നൂറയും അഭിലാഷും ടോയ്ലറ്റ് ക്ലീനിങ് സ്റ്റാഫുകളാണ്. ബി ഹോട്ടൽ ടാസ്കിൽ ഏഷ്യാനെറ്റ് ബിഗ് ബോസ് മലയാളം സീസൺ 7 ഗസ്റ്റുകളായി എത്താൻ പോകുന്നത് ശോഭ വിശ്വനാഥും ഷിയാസ് കരീമുമാണ്. ശോഭ വന്ന സമയത്ത് തന്നെ ലക്ഷ്മിയെ ചെറുതായിട്ടൊന്ന് ചൊറിയുന്നതായിട്ടൊക്കെ നമ്മളെ പ്രൊമോയിൽ നമുക്ക് കാണാനായിട്ട് സാധിച്ചു. എന്തായിരിക്കും ഇനി ബിഗ് ബോസ് മലയാളം സീസൺ 7 ഗെയിമിൻ്റെ പുരോഗതി, അല്ലെങ്കിൽ ഗെയിമിൽ എന്തെങ്കിലുമൊക്കെ വഴിത്തിരിവ് ഉണ്ടാകുമോ എന്നുള്ളതെല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം. ഇപ്പോൾ ഗസ്റ്റുകൾ എത്തിയിട്ടില്ല, അവർ വരുന്നേ ഉള്ളൂ. അവർ വരുന്നതിനായിട്ടുള്ള ഒരുക്കങ്ങളാണ് ബിഗ് ബോസ് വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ ബിഗ് ബോസ് മലയാളം സീസൺ 7 കൂടുതൽ അപ്ഡേഷനുമായി നമ്മൾ വീണ്ടും കൂടിച്ചേരുന്നതായിരിക്കും.